പ്രിയമുള്ളവരെ, ഞാൻ ഒരുപാട് വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഈ പത്തനാപുരത്തുള്ള വീട്ടിലായിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു 18 വയസ്സുള്ളൊരു മോന് ഒരു ബൈക്ക് അപകടം ഉണ്ടായി. അവൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് ഇങ്ങനെ പുറകിലിരുന്ന് പോകുന്ന സമയത്ത് ഉണ്ടായൊരു അപകടമാണ്. കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് ഉണ്ടായൊരു അപകടമാണ്. അപകടത്തിൽ അവന് സാരമായി പരിക്കേറ്റു. അന്ന് അവൻ വളരെ കിടപ്പായിരുന്നു. അവൻ കിടന്നുകൊണ്ടാണ് സംസാരിച്ചത്. സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളൊരു 3-4 മാസമായി ഈ വീഡിയോ ഇട്ടിട്ട് നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ടുള്ള ചികിത്സയിലും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താലും സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ കരുത്താലും പ്രിയ മോന് ഇപ്പോൾ ഒത്തിരി സൗഖ്യത്തോടു കൂടി ഇരിക്കുന്നത് കണ്ടിട്ട് സന്തോഷമുണ്ട്. നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. ഈ മോൻ കിടക്കുകയായിരുന്നു. ഇപ്പം അവനെ ബെഡേലൊക്കെ എഴുന്നേറ്റിരിക്കും. ഇപ്പം കസേരയിലിരിക്കാനായിട്ട് പറ്റും. ചർച്ചിൽ പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് പ്രിയമുള്ളവർ സംസാരിക്കും. ദയവായിട്ട് കേൾക്കണേ. ഇത് പത്തനാപുരത്ത് എവിടെയാണ് വീട്? പത്തനാപുരം തലവൂർ കുരായിലാണ്. ഓക്കെ. അന്ന് മോന് ബൈക്ക് അപകടം ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, സംസാരിച്ചോളൂ. അന്ന് മോന് ബൈക്ക് അപകടം ഉണ്ടായി. ഒത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. അന്ന് നമ്മൾ വീഡിയോ ഇട്ടപ്പോഴൊക്കെ അതിൻ്റെ വിവരങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഒത്തിരി കർത്താവിൻ്റെ കൃപയാൽ എല്ലാവരുടെയും സഹായത്തോടു കൂടി കുഞ്ഞിനെ ഇപ്പം നല്ല കർത്താവ് ഒത്തിരി പറയാൻ പറ്റത്തില്ല ആ രീതിയിൽ വിടുതൽ കൊടുത്തിരിക്കുക. എല്ലാവരുടെയും പ്രാർത്ഥനയും ഹെൽപ്പും എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ഇപ്പം ഞങ്ങൾ 3-4 ആഴ്ച കൊണ്ട് ചർച്ചിലൊക്കെ 2 പേര് കൂടി പിടിച്ച് ഓട്ടോയിൽ കയറ്റി ചർച്ചിലൊക്കെ കൊണ്ടുപോകുന്നു. കുഞ്ഞായിരുന്നു അവിടെ ചർച്ചിൽ കീബോർഡ് വായിക്കുകയും വർഷിപ്പ് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നായിരുന്നു. ഇപ്പം അതൊന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അവന് വലിയ വിഷമമായിരുന്നെങ്കിലും ഇപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ പോകുന്നുണ്ട്. ഇപ്പം പിന്നെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് ഓരോന്നൊക്കെ ലാപ്ടോപ്പിലൊക്കെ ഓരോന്നൊക്കെ ചെയ്യാനും ഒക്കെ ഉള്ളൊരു കൃപ കർത്താവ് കൊടുത്തു. അതൊക്കെ കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ആ രീതിയിലൊരു കർത്താവ് നമുക്ക് നന്മയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരുടെയും ഹെൽപ്പും എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഹെൽപ്പ് ചെയ്ത എല്ലാ മക്കൾക്കും പ്രാർത്ഥിച്ചവർക്കും എല്ലാം ഒത്തിരി നന്ദിയുണ്ട്. എത്ര രൂപയാണ് നിങ്ങൾക്ക് അന്ന് നമ്മൾ വീഡിയോ എടുത്ത് കിട്ടിയത്? 3,20,000 രൂപ കിട്ടി. 3,20,000 രൂപ കിട്ടി. അത് മോൻ്റെ ചികിത്സയ്ക്കായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുക. അവൻ്റെ ഓരോ ചികിത്സയ്ക്കും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നും. അത് നമ്മൾ ഒത്തിരി വിഷമത്തിൽ കിടന്ന ആ സമയത്താണ് പാസ്റ്റർ ഇവിടെ വരികയും ഈ വീഡിയോ എടുക്കാനും എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും എല്ലാം പറ്റി. അത് ചെയ്തവരോട് ഹെൽപ്പ് ചെയ്ത എല്ലാ മക്കളോടും ഒത്തിരി നന്ദിയുണ്ട്. അത്രയ്ക്ക് ഞങ്ങൾ പ്രയാസപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രയാസമായിരുന്നു നമുക്ക്. എല്ലാ രീതിയിലും കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിനായാലും മരുന്ന് മേടിക്കുന്ന കാര്യത്തിലും എല്ലാം അവന് ഒത്തിരി. ഒരു മാസം അവന് 50,000 രൂപ ഒരു മാസത്തെ ചികിത്സാ ചെലവുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ മതി. പാസ്റ്റർ വരാനും വീഡിയോ എടുക്കാനും എല്ലാം ദൈവമക്കളും അതിനു വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തന്നു. അത് അവരോട് എത്ര നന്ദി പറഞ്ഞാലും കർത്താവിനോടും അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആ രീതിയിലാണ് നമുക്ക് അന്ന് പാസ്റ്റർ ഒരു ദൈവദൂതനെ പോലെ കടന്നു വന്ന് ഇതെല്ലാം ചെയ്തത്. പിന്നെ ഇപ്പോഴും ആ ഒരു ഇതിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ആ പൈസ അവന് വേണ്ടിയിട്ട് എല്ലാം അവൻ്റെ ചെലവിനായിട്ട് നമ്മൾ നീക്കി വെച്ചാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നടത്തുന്നത്. നേരത്തെ നമുക്ക് പാസ്റ്റർ ഒന്ന് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് മുമ്പ് ആ സമയത്തൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനോ കുഞ്ഞിന് മരുന്ന് മേടിക്കാനോ ഒന്നും നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. എങ്ങനെ വാങ്ങിക്കും എന്നൊക്കെയുള്ള ആ ഒരു വിഷമത്തിൽ, ആ ഒരു വിഷമസന്ധിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പാസ്റ്റർ വരുന്നത്. ഒത്തിരി ഞങ്ങൾ വിഷമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് എങ്ങനെ ഇവിടുന്ന് കാർ വിളിച്ചൊക്കെ വേണ്ടേ പോകാൻ. അങ്ങനെ വിളിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ അവന് മരുന്ന് മേടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തുച്ഛമായ മരുന്നുകളൊക്കെ വാങ്ങിച്ചു ഒക്കെ എടുത്തുകൊണ്ടിരുന്ന ആ സമയത്ത് പിന്നെ പാസ്റ്റർ വന്ന് ഈ വീഡിയോ ഒക്കെ എടുത്ത് ഒരു ഹെൽപ്പൊക്കെ ചെയ്തത് പിന്നെ ഒത്തിരി നന്ദിയുണ്ട്. അങ്ങനെയെല്ലാം ഒത്തിരി വിഷമങ്ങൾ അത് പറഞ്ഞാൽ അറിയാൻ പറ്റാത്ത രീതിയിലുള്ള വിഷമങ്ങളായിരുന്നു ആ സമയത്ത് ഞങ്ങൾ അനുഭവിച്ചത്. അതിനെല്ലാം കർത്താവിനും ചെയ്തവർക്കും ഒത്തിരി നന്ദിയുണ്ട്. നന്ദി സ്നേഹം അർപ്പിക്കുന്നു.
നമ്മൾ ഈ സഹായിച്ചിട്ടുള്ള ആളുകളെ അവർ സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് വിശാല ജീവിക്കുന്നുകൊണ്ടൊന്നും അല്ല അവർ സഹായിക്കുന്നത്. അവരുടെ ഉള്ളിൽ ഉള്ള ഒരു ദൈവസ്നേഹത്തിൽ ചെയ്യുന്നതാണ്. അത് എനിക്കറിയാം. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ കാണുന്നത് തന്നെ ചിലപ്പോൾ ഭാര്യയ്ക്ക് രാവിലെ ആയിരിക്കും ഡ്യൂട്ടി, ഭർത്താവിന് രാത്രി ആയിരിക്കും. കുഞ്ഞുങ്ങളെപ്പോലും ചിലപ്പോൾ എത്രയോ ചിലപ്പോൾ ആഴ്ചകൾ കഴിഞ്ഞിട്ടായിരിക്കും കുഞ്ഞുങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുന്നത്. കാരണം അവർ വരുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകും. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് കാണുന്നത് പോലും ഇങ്ങനെ സമയങ്ങൾ, കാരണം ഡ്യൂട്ടിയുടെ വ്യത്യാസങ്ങളുമൊക്കെ. പിന്നെ ശരീരത്തിലെ ഒരുപാട് എന്ന് പറഞ്ഞാൽ അവർ ഓവർ ടൈമൊക്കെ ഇതിനു വേണ്ടി മാത്രം ഓവർ ടൈം ചെയ്യുന്ന പ്രിയമുള്ളവരെ എനിക്കറിയാം. ഇതിനുവേണ്ടി മാത്രം ഓവർ ടൈം ചെയ്ത് സഹായിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഈ കാര്യങ്ങൾ. കാരണം അങ്ങനെ കിട്ടുന്ന പൈസ ഇപ്പം അവർക്കും ആവശ്യങ്ങളില്ലാതല്ല, അവർക്ക് ലോണുണ്ട്. അവരുടെ വീട് ലോണാണ്, കാർ ലോണാണ്, അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ലോണാണ് എന്ന് വേണ്ട, മൊത്തം ലോണിലാണ് അവർ. ഫോൺ ലോണാണ്, എല്ലാം ലോണിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ എങ്കിലും നമ്മളെപ്പോലെയുള്ളവരെ അവർ ദൈവത്തിൻ്റെ പ്രത്യേക കൃപ അവർക്ക് ലഭിച്ചതുകൊണ്ടാണ് അവർ നമ്മളെ സഹായിക്കുന്നത്. ഉള്ളത് കൊണ്ടല്ല. എനിക്കറിയാം ഈ നമ്മളെ സഹായിക്കുന്നവർ പോലും ജപ്തി നോട്ടീസ് വന്ന് കിടക്കുന്ന വീടുകളെക്കുറിച്ച് എനിക്കറിയാം. അമേരിക്കയിൽ മലയാളികളുടെ വീട്. അപ്പം അവരൊക്കെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. സഹായിച്ചിട്ടുള്ളവരെല്ലാം ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. എനിക്ക് സംസാരിക്കാനുള്ളത്, ഇനി നടന്നാൽ മതി. എനിക്ക് പാടി ആരാധിക്കണം, ശുശ്രൂഷ ചെയ്യണം, കീബോർഡ് വായിക്കണം, ചർച്ചിലുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്തണം. ഞാനാണെന്ന് ചർച്ചിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസും ഫുള്ള് നോക്കുന്നത്, എല്ലാത്തിനും പോകുന്നത്, എല്ലാത്തിനും ഫസ്റ്റ് നിൽക്കുന്നത് ഞാനാണ്. ഏത് പിള്ളേരായാലും വലിയവരായ പോലും എൻ്റെ കൂടെ എടുത്തുള്ളായിരുന്നു. എവിടെ കൊണ്ടുപോകണമെങ്കിലും ഞാൻ അത്രയും മുന്നിൽ നിന്ന് എല്ലാവരെയും കൊണ്ടുപോയി എല്ലാം അടിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പം എനിക്കൊന്നും പറ്റാത്തതുകൊണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇപ്പം ഞാൻ ചർച്ചിൽ പോകുന്നതുകൊണ്ടാണ് എല്ലാവർക്കും സന്തോഷമാണ്. എല്ലാവരും ഒന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. എല്ലാവരും ഒന്ന് എന്നോട് സ്നേഹത്തോടെ കാര്യം പറയും. പഴയതുപോലെ ആയി വരണമെന്ന്, പെട്ടെന്നായി വരും എന്ന് പറയും, പ്രാർത്ഥിക്കും എല്ലാവരും. എനിക്കതിനാൽ വലിയ വിശ്വാസമുണ്ട്. ഞാൻ എത്ര പെട്ടെന്ന് നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ നടന്നു വരുമെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ നൽകുന്ന സഹായങ്ങളൊക്കെ കണ്ടോ? അത്ര ഈ മോനെ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് അവന് കിടപ്പായിരുന്നു, അവൻ സംസാരിക്കില്ലായിരുന്നു. അപ്പോൾ അവൻ നന്നായി സംസാരിക്കുന്നു. അവനെ ഇപ്പോൾ പിടിച്ചോണ്ടാണെങ്കിലും അവന് ഇപ്പോൾ തൽക്കാലം നടക്കാം. നേരത്തെ അവനെ ഞാൻ പിടിച്ച് നടത്തുമ്പോൾ തെറിച്ചായിരുന്നു പോകുന്നത്. ഇപ്പം അങ്ങനെയല്ല, പിടിച്ചോണ്ടാണെങ്കിലും നടക്കാം. അവൻ ഇതുപോലെ കസേരയിൽ വന്നിരിക്കാം, കട്ടിലിൽ എഴുന്നേറ്റിരിക്കാം, സ്വന്തമായിട്ട് എഴുന്നേക്കത്തില്ലേ, സ്വന്തമായിട്ട് എഴുന്നേറ്റിരിക്കാം. ഇതെല്ലാം നമ്മൾ നൽകിയ സാമ്പത്തിക സഹായങ്ങൾ കൊണ്ട് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് അതൊന്നും മുടക്കം വരാതെ. അതെവിടെ കൊണ്ടുപോയി ചെയ്യുന്നത്? കൊട്ടാരക്കര. എങ്ങനെയാ ചെയ്യുന്നേ? എന്നോട് പറഞ്ഞില്ല, എന്തോ മിഷനിലോ? പിന്നെ സൈക്കിൾ മിഷൻ ഇങ്ങനെ ചവിട്ടി ചെയ്യുന്നത്, കാലിന്റെ മസിലൊക്കെ വരിക, അതിന് വേണ്ടിയിട്ട്. പിന്നെ കുറെ നേരം നടക്കുന്നത്, റണ്ണിങ് മിഷന്, ഇതിലൂടെയൊക്കെയാണ്. അങ്ങനെയൊക്കെ. പ്രിയമുള്ളവർ, അന്ന് നമ്മൾ അത്രയും പൈസ സഹായിച്ചില്ലായിരുന്നെങ്കിൽ എത്ര? 3 രൂപ. നമ്മളന്ന് അത്രയും പൈസ സഹായിച്ചില്ലെങ്കിൽ ഈ കുഞ്ഞി നിലയിലാവില്ലായിരുന്നു. ദൈവത്തിന് സകലവും സാധ്യമാണ്. ദൈവം പ്രവർത്തിക്കുന്നത് പല നിലകളിലാണ്, നമുക്കറിയാം. നമ്മൾ വേദോസ്തവം പഠിച്ചാലും പല നിലകളിലാണ്. ദൈവം നേരിട്ട് വന്ന് പ്രവർത്തിക്കുന്നവരുണ്ട്, ദൈവം തൻ്റെ ദാസന്മാരെ അയച്ച് ചെയ്യിക്കുന്നുണ്ട്, ദൈവം ചില വ്യക്തികളെ വെച്ച് ചെയ്യുന്നതുണ്ട്, ചിലപ്പോൾ കാക്കയെ കൊണ്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യിച്ചതുണ്ട്. അപ്പോൾ ഇതുപോലെ ദൈവം നമ്മളെയൊക്കെ ഇതിനായിട്ട് ഒരുക്കിയിട്ടുള്ളത് കൊണ്ട് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. തുടർന്ന് കുഞ്ഞിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. നമുക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തിയെ ജോൺസൺ ബ്രദർ, എന്തിയെ? ഓടനാട്ടത്ത് ചേട്ടൻ്റെ കൂടെ പെയിന്റിങ് ജോലി അന്വേഷിച്ച് അവരുടെ ഇതിനെ പോയിരിക്കുക.
ആണ്. ജോലിയൊക്കെ ഉണ്ടോ ഇപ്പം? ജോലി കുറവാ, എന്നാലും ഇടയിൽ അറിയത്തില്ല. എങ്കിലും ഇപ്പം ചേട്ടൻ വിളിച്ചോണ്ട് പോകും ഇടയിൽ. ജോലിയൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ വിളിച്ചോണ്ട് പോകും. അവർ ഇവിടെ അന്വേഷിക്കാൻ പോയിരിക്കുക. ഓക്കെ. അപ്പം ഈ പൈസകൾ കുഞ്ഞിന് വേണ്ടി മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ജീവിത ചെലവിനൊന്നും നിങ്ങൾ എടുക്കുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. ഞാൻ എല്ലാവരോടും ആ കാര്യങ്ങൾ പറയുന്നതാണ് കേട്ടോ. എനിക്ക് മോനെ കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ വന്നപ്പോൾ തന്നെ കസേരയിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നി. ഓക്കെ, ഇനിയത് കാണുമ്പോൾ മനസ്സിൽ ഒത്തിരി സന്തോഷമാണ്. ദൈവം പറഞ്ഞു ഒത്തിരി 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 മാറ്റം വന്നു. എല്ലാവർക്കും സന്തോഷമാണ് കുഞ്ഞിനെ കണ്ടിട്ട്. എല്ലാവരും പറയുമായിരുന്നു കുഞ്ഞിന് ഒത്തിരി കഴിഞ്ഞ നാളുകളിലൊക്കെ കണ്ടതിൽ ഒത്തിരി വ്യത്യാസമുണ്ട്, പെട്ടെന്ന് കർത്താവ് വിടുതൽ കൊടുത്തേ എന്നൊക്കെ പറയുമായിരുന്നു. ഒത്തിരി സന്തോഷം എല്ലായിടത്തും. ഓക്കെ. ഈ നമ്മളെ സഹായിക്കുക മാത്രമല്ല, ഒരു പ്രാർത്ഥിക്കുകയും ചെയ്യുമല്ലോ. നമുക്ക് വേണ്ടി പ്രാർത്ഥന എല്ലാ ദിനങ്ങളും ഇപ്പോഴും പ്രാർത്ഥിക്കുക. എല്ലാവരും കാണുമ്പോൾ എല്ലാവരും പറയും ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് കുഞ്ഞിന് വേണ്ടിയിട്ടെന്ന് ഇപ്പോഴും പറയും. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്നാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പ്രിയമുള്ളവരെ നന്ദി പറയുന്നു. നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും കുടുംബങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നിങ്ങളെ അധികമായി മാനിക്കട്ടെ. ഈ ചെറിയവരിൽ ഒരുവന് കൊടുത്തതെല്ലാം കർത്താവിനാണ്. കർത്താവിൻ്റെ വചനം കർത്താവ് തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഈ ചെറിയവർ ചെയ്തൊക്കെയും നമ്മുടെ കർത്താവിന് തന്നെയാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ കർത്താവ് ഒരിക്കലും മറക്കില്ല. ഇതിൻ്റെ എത്രയോ ഇരട്ടിയായിട്ട് തിരിച്ച് അമർത്തിക്കുലുക്കി കവിയുന്ന ഒരു നല്ലൊരളവ് നിങ്ങളുടെ മടിയിൽ, നമ്മുടെ ഓരോരുത്തരുടെയും മടിയിൽ കർത്താവ് തരും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.